പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഇന്ന് കണ്ണൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സർപ്രൈസ് ഉദ്ദേശിക്കുന്നുണ്ട്. ഇല്ലമ്മ പറയും, എന്താ ഉദ്ദേശിക്കുന്ന പറയും? ഒരു കേക്ക് വാങ്ങി മുറിക്കണം. അത് അവൻ ടൗണിൽ പോയിട്ട് വരുന്നതിന് മുന്നേ വാങ്ങണം. അപ്പോൾ അവന് ഇപ്പോൾ ഇവിടെ സ്ഥലത്തില്ല. ഇനി അവൻ ഒന്നുകൂടെ ടൗണിൽ പോകണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടൗണിൽ പോയി വരുമ്പോഴത്തേക്ക് നമുക്കൊരു കേക്ക് വാങ്ങി കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ടൗണിൽ പോയിട്ട് വേണം അച്ഛനും അമ്മയ്ക്കും കൊണ്ട് ടൗണിൽ പോകാൻ. അവൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഉണ്ടാവില്ല സാധാരണഗതിയിൽ. അപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം സർപ്രൈസ് ഏക്കുന്നുള്ളത്. നമ്മളിപ്പോൾ കണ്ണന് കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. സമയം ഉച്ചയായിട്ടുണ്ട്. അവനിവിടെ സ്ഥലത്തില്ല. അവനൊരു എന്തോ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ 4 പേരും കൂടിയാണ് പോകുന്നത്. അപ്പം നല്ല വെയിലുണ്ട്. നമുക്ക് എത്രത്തോളം സർപ്രൈസ് ആവും. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് എൻഡിങ് കിട്ടുമോയെന്നൊന്നും അറിയില്ല. കാരണം അവൻ്റെ മുഖം വീഡിയോയിൽ വരണ്ടെന്നും പറഞ്ഞിട്ട് അവന് ഒച്ചപ്പാടുണ്ടാക്കും. അപ്പോൾ അവൻ്റെ മുഖം വരാതെ അവൻ്റെ വികാരങ്ങളൊന്നും നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് എത്രത്തോളം എടുക്കാൻ പറ്റും നോക്കാം. അപ്പം അങ്ങനെ നമ്മൾ ബേക്കറിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ഓർഡർ ചെയ്യാൻ പോവുകയാണ്. അപ്പം അച്ഛൻ ഓരോന്നിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ബ്ലാക്കോ അല്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റോ അങ്ങനെ റെഡ് വെൽവെറ്റോ അങ്ങനെ ഇട്ടാണ് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും ബേക്കറി വന്നതല്ലേ, അപ്പോൾ എല്ലാം ഒന്ന് നോക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അച്ഛൻ പെട്ടെന്ന് വൈന് കണ്ടത് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയി. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കുന്നുണ്ട്. ഏതാന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വെറുതെ കുടിക്കുകയോ വാങ്ങുമൊന്നുമില്ല, എന്നാലും വെറുതെ ഒന്ന് നോക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് വേഗം സാധനങ്ങളൊക്കെ അവർ പാക്ക് ചെയ്ത് തന്നു. നമ്മളൊരു അവിൽ മിൽക്കും കൂടെ കേക്കിൻ്റെ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കൊക്കെ വാങ്ങിയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ കണ്ണൻ വീട്ടിലെത്തിയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. നല്ല പൊരിഞ്ഞ വെയിലാണ്. അപ്പോൾ സ്ഥലം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഫ്രണ്ടിൽ വന്നിട്ട് അമ്മയൊക്കെ ബേക്കിൽ പോയിട്ടുണ്ട് കേട്ടോ, അമ്മയ്ക്കും കൂടെ. അപ്പോൾ ഇനി വീട്ടിലെത്തിയിട്ട് ബാക്കിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. കേക്ക് മാത്രമല്ല നമ്മൾ കുറേ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി എന്താ പരിപാടി? ബാക്കി നമ്മൾ ഉച്ചക്കത്തേക്ക് കറി വെക്കണം. ഇനി എല്ലാം സെറ്റാക്കി വെക്കണം. ഇനി അവൻ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഉച്ചത്തേക്കുള്ള പരിപാടികളൊക്കെ നോക്കാം. ചോറ് ഉച്ചയ്ക്ക് വല്ലതും കഴിക്കണമല്ലോ. അപ്പോൾ നമുക്ക് വേഗം പരിപാടികൾ നോക്കട്ടെ. അപ്പം നല്ല പെരും വെയിലത്ത് വന്നതുകൊണ്ട് നമ്മൾ ഒന്ന് അവിൽ മിൽക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒന്നേ വാങ്ങിയുള്ളൂ. കാരണം എനിക്ക് കുറേ ആയി ഞാൻ വിചാരിക്കുന്നു ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ ഒരു പൂതിൻ്റെ പുറത്ത് നമ്മൾ ഒന്ന് വാങ്ങിയിട്ട് കഴിക്കുന്നുണ്ട്. എല്ലാവരും ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. സ്പെഷ്യല് ബീഫ് മാത്രമേ ഉള്ളൂ. പിന്നെ തോരനുണ്ട്, മീൻകറി ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാനുണ്ട് ഗൈസ്. അപ്പോൾ കണ്ണൻ ഇതുവരെ വന്നിട്ടില്ല. അവൻ എന്തായാലും 3 മണിയൊക്കെ കഴിയും വരാൻ. അപ്പോൾ ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാൻ. ഇപ്പോഴാണ് വിശക്കുന്നത്. കാരണം 10 പോയി വന്നപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമുക്ക് വിശക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ച് ഇനി ചിക്കനൊക്കെ ഉറക്കിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇരിക്കാൻ വരിക. അപ്പോൾ നമുക്ക് അപ്പം കേക്ക് മുറിക്കാം. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഞാനും അമ്മ അടുക്കളയിൽ നിന്നിട്ട് നമ്മൾ ബീഫ് വേവിച്ച എനിക്കൊരു വെള്ളം സൂപ്പ് പോലെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് ഞാൻ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുറേ നേരമായി, ഇപ്പോൾ 5:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണം വരുന്നുണ്ട്. കോട്ടക്കുന്നൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം കേക്കൊക്കെ സെറ്റാക്കി വെക്കാം. അവൻ വരുമ്പോഴത്തേക്ക് നമുക്ക് സർപ്രൈസ്. അപ്പോൾ നമുക്ക് എല്ലാം ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെക്കാം. ഡെക്കറേഷനൊന്നുമില്ല, പ്രത്യേകിച്ച് കേക്ക് വെക്കുന്നു, കുറച്ച് മുട്ടൈസ് വെക്കുന്നു. അങ്ങനെ നമുക്ക് വേഗം സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്ക്. ബർത്ത്ഡേക്കാരൻ വരുന്നേ ഉള്ളൂ, ഓൺ ദ വേ ആണ്. നമുക്ക് നോക്കാം. അപ്പം അങ്ങനെ അവൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവനും അവൻ്റെ ഫ്രണ്ടും കൂടെ ആട്ടോ വന്നത്. അപ്പോൾ അമ്മ അങ്ങനെ അവരെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരെയും അകത്തോട്ട് ക്ഷണിക്കുന്നുണ്ട് വാന്നും പറഞ്ഞിട്ട് കേട്ടോ. ഇനി ഫുൾ സെലിബ്രേഷനാണ്. കാരണം അവൻ വന്നപ്പോൾ സർപ്രൈസ് ആയിട്ട് നമ്മൾ വിഷ് ചെയ്ത് അങ്ങനെ അവിടെ പോയി സർപ്രൈസ് ആയി പോയിട്ടു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ ഇപ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഗിഫ്റ്റിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു പരിവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അവൻ വന്നു, അവൻ കേക്ക് കട്ട് ചെയ്തു, പിന്നെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ കൊണ്ടല്ല, നമ്മുടെ ഇവിടെ സപ്ത റിസോർട്ടിൻ്റെ അവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇനി വേറെ പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം.